അതിനുശേഷം എനിക്ക് കുമളി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, അതൊന്ന് വിറ്റ് കിട്ടിയാലേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങൾ 2008 മുതൽ ഞാനും പിള്ളേരും ഹസ്ബൻഡും കോട്ടയത്താണ് താമസിച്ചത്. അപ്പം അങ്ങോട്ട് കുമളിക്ക് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് അത് കച്ചവടം കഴിഞ്ഞ 2025 ഡിസംബറിൽ എൻ്റെ കച്ചവടം നടന്നു. അതിനുശേഷം ഒരു ഭവനം എനിക്ക് വേണമായിരുന്നു വേറെ വാങ്ങിക്കുക. അപ്പോൾ ഞങ്ങൾ 2012 മുതൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു മാഞ്ഞൂർ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ വീട് പോയി കണ്ടു. 2-3 സ്ഥലത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, വീട് പോയി കാണുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീട് തരാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അമ്മ ഇഷ്ടപ്പെടുന്നൊരു വീട് എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പാടാം, എനിക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ പക്ഷേ അഡ്വാൻസ് കൊടുത്തെങ്കിലും എനിക്ക് എന്താണോ വീട് മാറിപ്പോയി, വാങ്ങിക്കാൻ പറ്റിയില്ല.